തനിക്ക് 10 കോടിയുടെ കോപ്പിറൈറ്റ് നോട്ടീസ് അയച്ചതിന് പിന്നാലെ നടൻ ധനുഷിനെതിരെ രൂക്ഷ വിമർശനവുമായി നയൻതാര വിഘ്നേഷ് ശിവൻ വിവാഹ ഡോക്യുമെന്ററിയുടെ ട്രെയിലറിൽ ഞാനും റൌഡിതാൻ എന്ന സിനിമയുടെ ചില BTS ദൃശ്യങ്ങൾ ഉപയോഗിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ധനുഷ് കോപ്പിറൈറ്റ് നോട്ടീസ് അയച്ചത്. ആരാധകർക്ക് മുമ്പിൽ കാണിക്കുന്ന നിഷ്കളങ്ക മുഖമല്ല യഥാർത്ഥത്തിൽ ധനുഷിന്റേതെന്നും വൈരാഗ്യബുദ്ധിയോടെ പെരുമാറുന്ന വ്യക്തിയാണെന്നും നയൻതാര തുറന്ന കത്തിലൂടെ പ്രതികരിച്ചു. നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യാനിരിക്കുന്ന താരത്തിന്റെ വിവാഹ ഡോക്യുമെന്ററിയുടെ ട്രെയിലറിനു വേണ്ടി കേവലം 3 സെക്കൻഡ് BTS ദൃശ്യങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചത്. നയൻതാരയെ നായികയാക്കി വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത ഞാനും റൌഡിതാൻ എന്ന സിനിമ നിർമ്മിച്ചത് ധനുഷായിരുന്നു. വിക്കിയും നയൻസും പ്രണയത്തിലായത് ആ സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു. ഈ സിനിമയെക്കുറിച്ച് വിവാഹ ഡോക്യുമെന്ററിയിൽ പരാമർശിക്കുന്നുണ്ട്. ചിത്രത്തിലെ പാട്ടുകൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കാൻ ധനുഷിന്റെ നിർമ്മാണ കമ്പനിയോട് അനുവാദം ചോദിച്ചെങ്കിലും മനഃപൂർവ്വം നൽകിയില്ലെന്നും ഇതിനായി 2 വർഷത്തോളം കാത്തിരുന്നെന്നും നയൻതാര വെളിപ്പെടുത്തി. അനുമതി നൽകാതിരുന്നതോടെയാണ് 3 സെക്കൻഡ് BTS ദൃശ്യങ്ങൾ മാത്രം ഉപയോഗിച്ചത്. എന്നാൽ ഇത് പകർപ്പവകാശ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ധനുഷ് നയൻതാരയ്ക്ക് 10 കോടി ആവശ്യപ്പെട്ട് നോട്ടീസ് അയക്കുകയായിരുന്നു. ധനുഷിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഔദ്യോഗിക പേജിൽ പങ്കുവച്ച തുറന്ന കത്തിലൂടെയാണ് നയൻതാരയുടെ പ്രതികരണം. ധനുഷിന്റേത് പകപോക്കലാണെന്നും എന്തിനാണ് തങ്ങളോട് പകയെന്നും നയൻതാര ചോദിക്കുന്നു. ഷൂട്ടിങ്ങിനിടയിൽ സ്വന്തമായി പകർത്തിയ ദൃശ്യങ്ങളിലെ കേവലം 3 സെക്കൻഡ് ദൃശ്യത്തിന് ധനുഷ് ഭീമമായ തുക ആവശ്യപ്പെട്ടത് മോശമായ നടപടിയാണെന്ന് താരം ചൂണ്ടിക്കാട്ടുന്നു. ഇന്റർനെറ്റിൽ ഇതിനോടകം പ്രചരിച്ച ചില ദൃശ്യങ്ങളാണ് ട്രെയിലറിൽ ഉപയോഗിച്ചതെന്നും നയൻതാര പറയുന്നു. സമൂഹത്തിനു മുന്നിൽ ഇതെല്ലാം അറിയിക്കാനും ധനുഷിന് തിരിച്ചറിവുണ്ടാക്കാനും വേണ്ടിയാണ് താൻ തുറന്ന കത്തിലൂടെ മറുപടി നൽകുന്നതെന്നും നയൻതാര വ്യക്തമാക്കി. എന്തായാലും നയൻതാരയുടെ കത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലും സിനിമാ ലോകത്തും ചൂടേറിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി കഴിഞ്ഞു.